ഒത്തിരി മുമ്പേ വരെ നമ്മളോട് പറയുന്നത് നമ്മളെ ഭയങ്കര സ്നേഹമാണെന്നായിരിക്കും. യു ആർ ദി ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, ഞാൻ നിന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ ആള് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്നത്. ഈ തിരസ്കരണം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഈ വിമർശനം, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് വളരെ അത് കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവർ റിയാക്ട് ചെയ്യും. ഈ ഒരു ഡിസോർഡറിൽ കൂടുതലായിട്ടും ഈ സെൽഫ് ഹാമിങ് വളരെ കാണാൻ വേണ്ടി പറ്റും. അതായത് സ്വന്തം ഉപദ്രവിക്കുന്നു, ഞാൻ വേറെ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചോളാം, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ബിഹേവിയർ പാറ്റേൺ പലപ്പോഴും പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട്. ഒപ്പത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചാണ് കണ്ടത്. അതിൽ ക്ലസ്റ്റർ ബി ടൈപ്പ് ആയിട്ടുള്ള ആൻറ്റി സോഷ്യൽ ബിഹേവിയറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പം ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസിലൊക്കെ കണ്ടുവരുന്ന ഒരു ഡിസോർഡർ ടൈപ്പും കൂടിയാണല്ലോ ഈ ബോർഡർ ലൈൻ ഡിസോർഡർ. സിസ്റ്റർ, ഇതെന്താണ് എന്ന് പറഞ്ഞ് നമുക്കൊന്ന് തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ന്യൂറോസിസ് അല്ലെ സൈക്കോട്ടിക്, അതിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഒരെണ്ണം. ശരിക്കും ഒരു സ്കിറ്റ്സോഫ്രീനിയയുടെ എല്ലാ സിംറ്റംസും ഇല്ല, അല്ലാതെ ഒരു ഭയങ്കര ഒരു ആങ്സൈറ്റി അല്ല, ആ രണ്ടിന്റെയും ഇടയ്ക്കുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ്. അപ്പോൾ അതിൻ്റെ അത് ഏറ്റവും പ്രധാനമായിട്ട് അതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് തിരസ്കരണത്തിന്റെ ഭയം, ഫിയർ ഓഫ് അബാൻഡൻമെന്റ്, ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്. ഈ തിരസ്കരണം എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ പരിഗണിക്കുന്നില്ല, അങ്ങനെയുള്ളൊരു ഫീലിംഗ് ആയിരിക്കും കൂടുതൽ. അതിലുപരിയായിട്ട് ഒരു കാര്യമുണ്ട്, ഇൻറ്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഇവർക്കുണ്ടാകും. അപ്പം എന്നെ ആരും ഒരു റിലേഷൻഷിപ്പിന്റെ കോണ്ടസ്റ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഇവർക്ക് സ്നേഹം വ്യക്തിയോട് തോന്നാം, പാർട്ട്ണറിനോടാണ് ഭയങ്കര സ്നേഹമുള്ളപ്പോൾ ഭയങ്കര സ്നേഹം. പക്ഷെ ചെറിയൊരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള വെറുപ്പും ദേഷ്യവും ഉണ്ടാവാം. അപ്പോൾ ഒരു ഗുഡ് ഓർ ബാഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ ഓൾ ഓർ നത്തിങ് തിങ്കിങ്. ഈ വ്യക്തി ഇന്ന് എനിക്ക് ഭയങ്കര സ്നേഹമുള്ള വ്യക്തി, പക്ഷെ വൈകുന്നേരം ആകുമ്പോഴത്തേനും ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഭയങ്കര ഹെയ്റ്റ് ആയിട്ട് തോന്നുവാണ്, അങ്ങനെ പെരുമാറുക. അപ്പൊ ഇന്റൻസ് ആയിട്ടുള്ള മൂഡ് സ്വിങ്സും ഉണ്ടാവും. അപ്പം എന്തിനായിരിക്കും ഇപ്പം മൂഡ് മാറിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പെട്ടെന്ന് മൂഡ് മാറുന്നു, പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യതിയാനം വരുന്നു. അത് ഇന്റൻസ് ആയിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഭയങ്കര സ്നേഹം, വെറുപ്പാണെങ്കിൽ ഭയങ്കര വെറുപ്പ്, ദേഷ്യമാണെങ്കിൽ ഭയങ്കര ദേഷ്യം. എക്സ്ട്രീം ആയിട്ടുള്ള ഇമോഷൻസ് വരും. തിരസ്കരണത്തിന്റെ ഭയം എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും ഉള്ളിലൊരു പേടിയാണ്, എന്നെ ഇവര് ഉപേക്ഷിച്ചിട്ട് പോകുമോ. അപ്പൊ ആ ഒരു ഫിയറിന്റെ അടിസ്ഥാനത്തിലാണ് റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പൊ അത് എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകാം, ഇവരെന്നെ ഉപേക്ഷിക്കുവോ. അപ്പൊ അത് റിലേഷൻഷിപ്പിൽ നന്നായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ സെൽഫ് ഹാം ബിഹേവിയേഴ്സ്, ഇമ്പൾസീവ് ബിഹേവിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലര് റെക്ലെസ് ഡ്രൈവിങ്, ശ്രദ്ധയില്ലാത്ത, ദേഷ്യം വരുമ്പോൾ ഉള്ള ഒരു ഡ്രൈവിങ്ങിന്റെ ചില കാര്യങ്ങളുണ്ടല്ലോ, റിസ്കി ബിഹേവിയേഴ്സ്. അതിലൊന്നാണ് ചിലപ്പോൾ ഓവർ സ്പെൻഡിങ്. ചിലപ്പോൾ അവരത് തിരിച്ചറിയുന്നുണ്ടാവത്തില്ല, ടൂ മച്ച് സ്പെൻഡ് ചെയ്യും, കാണുന്നെല്ലാം വാങ്ങിച്ചു കൂട്ടും. അപ്പൊ അതൊക്കെ ഉപയോഗമില്ലാത്ത സാധനങ്ങൾ പോലും കൂടി വാങ്ങി കൂട്ടാനുള്ള അവരുടെ ചിന്തയിൽ അതിപ്പോ ഉപയോഗം ഒപ്പം വേണമെന്നുള്ളതാ. പക്ഷെ അത്യാവശ്യമുള്ളതായിരിക്കണമെന്നില്ല, പക്ഷെ കാണുമ്പോൾ അതെല്ലാം വാങ്ങിക്കണമെന്ന് തോന്നുന്ന ഒരവസ്ഥ. അതുപോലെ മരിക്കാൻ വേണ്ടിയുള്ള മരിക്കണമെന്നുള്ള ചിന്ത പെട്ടെന്ന് ഇമ്പൾസിവിറ്റിയിൽ തോന്നുന്ന ആ ഒരു ചിന്ത ഇവർക്കുണ്ട്, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇവരെ ലേബൽ ചെയ്യുമല്ല, ആ ഒരു ഡിസോർഡറിനെ കൂടുതൽ അവെയർ ആകാൻ വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുവാണ്. തീർച്ചയായും. അപ്പം സിസ്റ്റർ, ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളിൽ സൂയിസൈഡൽ ഐഡിയേഷൻസ് അങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞല്ലോ, അപ്പം അത് കൂടുതലായിട്ട് കാണുന്നുണ്ടോ ഇന്നത്തെ സമൂഹത്തിൽ? അല്ലെങ്കിൽ അതിനെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ഫ്ലാഗ് എപ്പോഴാണ് നമ്മൾ
തീർച്ചയായിട്ടും സൂയിസൈഡ് നമുക്ക് വേറൊരു ടോപ്പിക്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. പക്ഷേ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ ഉള്ളവരിൽ സൂയിസൈഡൽ ഐഡിയേഷൻ ഉണ്ടാകാം. ആത്മഹത്യയുടെ മാത്രമല്ല റിസ്കി ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ട് അവരിൽ. ഇങ്ങനെ ഈ ഒരു പ്രോബ്ലം ഉള്ള ആൾക്കാരിൽ കൂടുതലായിട്ട് ദേഷ്യം, ആങ്കർ ഔട്ട് ബസ്റ്റ് വളരെ കൂടുതലാണ്. അതെങ്ങനെ? അവർക്ക് ആങ്കർ വരുമ്പോൾ അവർ ചിലപ്പോൾ ഉപദ്രവിച്ചെന്നിരിക്കും, സാധനങ്ങൾ നശിപ്പിച്ചെന്നിരിക്കും. ഇതിനു മുമ്പേ അവരെ നമ്മളോട് പറഞ്ഞത് നമ്മളെ ഭയങ്കര സ്നേഹമാണെന്നായിരിക്കും. യു ആർ ദി ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്, ഞാൻ നിന്നെ ഹൃദയപൂർവ്വം സ്നേഹിക്കുന്നു. അപ്പൊ ആ പറഞ്ഞ ആള് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഒരു കുഞ്ഞു കാര്യം വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അത് ഭയങ്കര കൺഫ്യൂസിങ്. അപ്പൊ ഒരു ഈ ഗുഡ് ഓർ ബാഡ് തിങ്കിങ് അല്ലെ ഓൾ ഓർ നത്തിങ് തിങ്കിങ് ചിന്തയിലുള്ള ഡിസ്റ്റോർഷൻ ആണ് അതിന്റെ കാരണം. അപ്പം ഒരു പെഡസ്റ്റലിൽ നിർത്തിയേക്കുന്ന ആളിനെ പെട്ടെന്ന് താഴോട്ടിടുക. അപ്പൊ ഇത്രയും നമ്മൾ പൊക്കി വെച്ചിരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് ഒരു നിമിഷം നമ്മൾ അവരെ താഴോട്ടിടുക. അങ്ങനെ ഒരു അവസ്ഥ ഫീൽ ചെയ്യും കൂടെ ഉള്ളവർക്ക്. അപ്പം ഇതെങ്ങനെയാണ് സിസ്റ്റർ ഒരു കുടുംബത്തില് ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം എങ്ങനെ കുടുംബത്തെ ബാധിക്കുന്നു എന്നുള്ളത്? തീർച്ചയായിട്ടും വാക്കിംഗ് ഓൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കുമല്ലോ. അതായത് എന്തിനാണ് ഈ ആളുടെ മൂഡ് മാറിയതെന്ന് മറ്റേ ആൾക്ക് അറിയണമെന്നില്ല, പെട്ടെന്ന് മാറും. അത് ചിലപ്പം വർക്ക് റിലേറ്റഡ് ആകാം, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടയ്ക്ക് വേറൊരു പുറത്തുനിന്നുള്ള സൊസൈറ്റിയിൽ നിന്നുള്ള ഒരു കാര്യം വന്നതുകൊണ്ടാകാം. പക്ഷെ കൂടെ ജീവിക്കുന്നവർക്ക് അറിയത്തില്ല. അപ്പൊ ഈ ഒരു സൈലന്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയത്തില്ലേ, കപ്പിൾസ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പെട്ടെന്ന് സംസാരിക്കാതെ ആയിട്ട് അത് പാർട്ട്ണറിനോടുള്ള വിഷയങ്ങൾ കൊണ്ട് തന്നെ ആകാം, ചെറിയ മൈന്യൂട്ട് കാര്യം മതി. പക്ഷെ അത് ചിലപ്പം ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്ന സൈലന്റ് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നതാകാം. അത് കുടുംബത്തിലും ബാധിക്കും. തീർച്ചയായിട്ടും അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നു, കുട്ടികളുടെ വളർത്തലിനെ ബാധിക്കുന്നു, ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള ഇന്ററാക്ഷൻസിനെ ബാധിക്കുന്നു. അത് ഡിസ്ഫങ്ഷനിലേക്ക് നയിക്കുമല്ലോ. അപ്പൊ ആ ഒരു മിണ്ടാതിരിക്കുക അല്ല സൈലന്റ് ട്രീറ്റ്മെന്റ്, അത് അല്ലെങ്കിൽ ആ അബാൻഡൻമെന്റ് തിരസ്കരണത്തിന്റെ ഫിയർ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഒരാള് ഫോൺ വിളിച്ചില്ല, അപ്പം വിളിക്കാതിരുന്നപ്പോൾ പെട്ടെന്ന് തോന്നുന്നത് ആ റിജക്ഷൻ അബാൻഡൻമെന്റിന്റെ കാര്യമാണ് വരുന്നതെങ്കിൽ എന്താണ് വിളിക്കാത്തത്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള കൺട്രോൾ നന്നായിട്ടുണ്ടാവും. നന്നായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ, എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ഒരു ബിഹേവിയറും ഒരു ശ്രമവും ഈ തിരസ്കരണ ഭീതി കാരണം തന്നെ സിസ്റ്റർ, നമ്മൾ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇപ്പൊ ഒരു വ്യക്തി, ഒരു അഡൽട്ടിന്റെ ഇപ്പം ഒരു സൊസൈറ്റിയിൽ എങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വർക്ക് എൻവയോൺമെന്റിൽ അതെങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് ഈ വിമർശനം, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് വളരെ അത് കേൾക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവര് റിയാക്ട് ചെയ്യും. അത് അവരെ സംബന്ധിച്ച് അത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ ബോസ് അല്ലെങ്കിൽ സഹപ്രവർത്തകർ എന്തെങ്കിലും ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ അത് ചിലപ്പോൾ ഭയങ്കര ദേഷ്യത്തിലേക്ക് പോവാം, റിയാക്റ്റീവ് ആകാം, റിയാക്ട് ചെയ്യുന്നതാകാം. അതിനോടൊപ്പം തന്നെ ഈ തിരസ്കരണത്തിന്റെ ഭയവും ഉള്ളിലുണ്ടാകാം, നോട്ട് ഗുഡ് ഇനഫ് എന്നുള്ള തോന്നലുണ്ടാകാം. അങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഇവരിൽ നിന്നും ഉണ്ടാകാം. വളരെ ചെറിയ കാര്യങ്ങൾ പോലും അതെ, ചെറിയ ക്രിറ്റിസിസം പോലും അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. അതുപോലെ തന്നെ സെൽഫ് ഹാം, ഇതുപോലുള്ള ഓവർവെൽമിങ് ഇമോഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ സെൽഫ് ഹാം ബിഹേവിയേഴ്സ്. അത് ചിലപ്പം പിന്നെ സബ്സ്റ്റൻസസ് എടുക്കുന്നതും ആകാം, അല്ലെങ്കിൽ ബന്ധങ്ങളാകാം, അല്ലെങ്കിൽ സ്വയം ഇപ്പൊ നെറ്റിയൊക്കെ ഇടിക്കുന്നവരില്ലേ, അതെ, നെറ്റിയിട്ടിടിക്കുക, അല്ലെങ്കിൽ കൈ ചെറുതായിട്ടൊക്കെ മുറിച്ച് ആ ഒരു ടെൻഷൻ റിലീസ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ ചെയ്യുന്നവരാകാം. അങ്ങനെയൊക്കെയുള്ള ബിഹേവിയേഴ്സ് ഈ ബോർഡർ ലൈൻകാരിൽ കാണാം. പിന്നെ എല്ലാ ബോർഡർ ലൈൻകാരിലും ഇത് തന്നെ കാണണമെന്നുമില്ല. നമ്മുടെ ഓരോ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള വ്യത്യാസങ്ങളും ഉണ്ടാകാം. ഇപ്പൊ ചില നമ്മുടെ വിശ്വാസം അനുസരിച്ചൊക്കെ ഇപ്പം അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് ഒരു ചിന്തയുണ്ടെങ്കിൽ ചിലപ്പം സെൽഫ് ഹാമിങ് ബിഹേവിയേഴ്സ് അങ്ങനെ ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ ചിലർ ആൽക്കഹോൾ അത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഒരു രീതിയിൽ ഇവരെ നശിപ്പിക്കണം, ഇവർക്ക് തന്നെ നശിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻസ് ആണോ? തീർച്ചയായിട്ടും അങ്ങനെ ആവണമെന്നില്ല. അവരുടെ അപ്പുറത്തെ ആ ഇമ്പൾസീവ് ഇതിൽ ചെയ്യുന്നതാണ്. ആ ഉണ്ടാകുന്ന ഓവർവെൽമിങ് ഇമോഷനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില സഡൻ ആയിട്ടുള്ള മെക്കാനിസംസ്. അപ്പൊ ഇവരിൽ നമുക്ക് എങ്ങനെ ഇപ്പം സൂയിസൈഡൽ ഐഡിയേഷൻസ് അല്ലെങ്കിൽ സൂയിസൈഡൽ ബിഹേവിയേഴ്സ് ഒക്കെ ഉണ്ടെന്ന് സിസ്റ്റർ സൂചിപ്പിച്ചു. അപ്പം ഇത് പലപ്പോഴും എങ്ങനെയാണ് അപകടത്തിലേക്ക് എത്തുന്നത്? ഇപ്പം സൂയിസൈഡിലേക്ക് ചെയ്യണമെന്ന് വെച്ച്
ചെയ്യുന്നതായിരിക്കില്ല ചിലപ്പോൾ ഈ ബോർഡർ ലൈൻകാര്. ജസ്റ്റ് ഒരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ അതെങ്ങനെ അപകടത്തിലേക്ക് എത്തുന്നു? അതെ, ഇമ്പൾസീവ് എന്ന് പറയുമ്പം നമ്മുടെ ആ ഇമ്പൾസ് അനുസരിച്ച് അതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടമാണല്ലോ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് പെട്ടെന്നുള്ള നിന്നെ ഞാൻ കാണിച്ചു തരാം, ഇപ്പം ഞാൻ നിന്നെയുള്ള ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്ന ആ ഒരു പെട്ടെന്ന് തോന്നുന്ന ആ ഒരു ഇൻറ്റൻസ് ആ ഇമോഷനെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നത് ചിലപ്പോൾ അത് മരിക്കണമെന്ന് ഓർത്ത് പോലും അല്ലായിരിക്കാം, ചിലപ്പോൾ അത് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. പക്ഷെ അത് എൻഡഡ് അപ്പ് ഇൻ സൂയിസൈഡ് ആകാം, കിട്ടാതെ വരുന്നതാകാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറും ഉണ്ട്, ആൽക്കഹോൾ അഡിക്ഷനും ഉണ്ട്. അതെ, അപ്പൊ അത് ആൽക്കഹോളും എടുത്തിട്ടുണ്ട്, ബോർഡർ ലൈനും ആണ്. അപ്പൊ അത് ഭയങ്കരമായിട്ട് സൂയിസൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരുന്നവനെ ഒരു തരത്തിലും ഒരു പിന്മാറ്റം വരുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നില്ല. ആ ഒരു അതും കുറേ കാലങ്ങളായിട്ട് അങ്ങനെ ഒരു അഡിക്ഷന്റെ ഇതിലേക്ക് പോകുമ്പോൾ പിന്നെ ലൈഫിൽ ഡെഫിനറ്റ്ലി ഡിസ്ട്രെസ് ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ളവർ ഒറ്റപ്പെടുമല്ലോ. അപ്പൊ ആ ബിഹേവിയറിനെ ടോളറേറ്റ് ചെയ്യാൻ കൂടെ ഉള്ളവർക്ക് അത്ര എളുപ്പമായിരിക്കണമെന്നില്ലല്ലോ, അല്ലെ അവർക്ക് അതിനുള്ള പരിശീലനം ലഭിച്ചിട്ടുമില്ല. അങ്ങനെയുള്ള ഒരു ബിഹേവിയർ കൂടെ ഉണ്ടെങ്കിൽ അവരെ എങ്ങനെ ബൗണ്ടറി സെറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ബൗണ്ടറി സെറ്റിംഗ് ആണല്ലോ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ വ്യക്തിത്വ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യാനായിട്ട് കൂടെയുള്ള ലൗഡ് വൺസ് അല്ലെ ഫ്രണ്ട്സിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എങ്ങനെ ഇവരോട് മറുപടി പറയണം, ഇവരെ കുറ്റപ്പെടുത്താതെ ബ്ലെയിം ചെയ്യാതെ അവരെ മനസ്സിലാക്കിയുള്ള മറുപടി, അത് നമ്മുടെ സംസാരത്തിൻ്റെ ഒരു ശൈലിയാക്കി മാറ്റാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ അത് അങ്ങനെ അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ വരുന്നവരോട് ട്രസ്റ്റ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ നമുക്ക് നല്ല ട്രസ്റ്റ് ഉള്ളപ്പോഴും നിനക്ക് ട്രസ്റ്റ് ഇല്ല, നീ എന്നെ തിരസ്കരിക്കുക എന്നുള്ള രീതി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതേസമയം ഞാൻ പിന്നെ നിന്റെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു മറുപടി ചിലപ്പോൾ മതിയായിരിക്കും. അപ്പം ഇവരോട് എങ്ങനെ മറുപടി പറയണം എന്നുള്ളത്, എങ്ങനെ റിയാക്ട് ചെയ്യാതെ സംസാരിക്കണമെന്നുള്ളത് ഒക്കെ നമ്മൾ പഠിക്കണം. ആ പഠനം ഇങ്ങനെയുള്ള ആൾക്കാരിൽ കൂടുതലായിട്ടും ഒരു ശരിക്കും ഒരു സ്ട്രക്ചേർഡ് തെറാപ്പീസ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്, അവരും അവരുടെ കൂടെ ഉള്ളവർ. അപ്പം അതുപോലെ തന്നെ എനിക്കൊന്ന് ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഉണ്ടോ ഇതിന്, ഈ ബോർഡർ ലൈൻ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ പറഞ്ഞതുപോലെ മൈൽഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, മോഡറേറ്റ്. നമ്മൾ പേഴ്സണാലിറ്റി ഒരു ഡിസോർഡർ ആകണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്താലാണ് ഈ ഡിസോർഡർ ആണെന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് റിലേഷൻഷിപ്പിനെ സ്ട്രെയിൻ ചെയ്യുന്നു, ഡിസ്ട്രെസ് ഉണ്ടാക്കുന്നു, അവനവനും ഉണ്ടാക്കുന്നു, കുടുംബജീവിതത്തിലും ഉണ്ടാകുന്നു, റിലേഷൻഷിപ്പിലെ കുട്ടികളെ ബാധിക്കുന്നു. ഇതൊക്കെ നമ്മളോട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ, ഇത് അസസ് ചെയ്യുമ്പോൾ പിടികിട്ടും. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി അവരെ സഹായിക്കാൻ പറ്റും. ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കാരണവും ഈ പറഞ്ഞതുപോലെ ചെറുപ്പത്തിലെ ഇമോഷണൽ നെഗ്ലക്റ്റ് ആണ് ഒരു കാരണം. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡിലെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്ക് പല കേസിലും കാണാൻ പറ്റും. ഈ ബോർഡർ ലൈൻകാരെ പുറകോട്ട് നമ്മൾ അവരുടെ ചൈൽഡ്ഹുഡ് അസസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സെക്ഷുവലി ദുരുപയോഗിക്കപ്പെട്ടവരും അത് ചിലരൊക്കെ പേരൻസിൽ നിന്ന് തന്നെയുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയവരുണ്ട്, വളരെ പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസസ് കൂടി പോയവരുണ്ട്. അപ്പൊ അവരോട് ആ ഒരു മേഖലയിൽ അവർക്കത് പറയാനുള്ള ഷെയിമുണ്ട്. അപ്പൊ ആ മേഖലയിലുള്ള ഹീലിംഗ് തന്നെ കുറെ തിരിച്ചറിവുകളിലേക്കും ഇവരെ സഹായിക്കാനായിട്ട് പറ്റുന്ന ഈ ഇന്നർ ബോണ്ട്, ഒരു ആന്തരിക സൗഖ്യത്തിന്റെ ഒരു ആവശ്യം ഈ ഒരു ഡിസോർഡറിൽ വളരെ കൂടുതലാണ്. അതെ, മിക്കവരിലും ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി. അത് മിക്കവാറും ചൈൽഡ്ഹുഡിൽ ഈ പേരൻസ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കരുതൽ ഇവർക്ക് കൊടുക്കാത്തത് കൊണ്ടുകൂടാ, സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നർച്ചറിങ് അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഇവർക്ക് ഇല്ലാതെ പോകുന്നു. നമ്മൾ പറഞ്ഞില്ലേ ഗുഡ് ഓർ ബാഡ്, അതായത് ഹാർഷ് പണിഷ്മെന്റ്സ് കിട്ടിയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഭയങ്കര സ്നേഹം, ചിലപ്പോഴൊന്നും സ്നേഹമില്ല. അപ്പൊ അത് ശരിക്കും അവരെ ബാധിക്കാം. അപ്പൊ അങ്ങനെയുള്ള അനുഭവങ്ങളുടെ അത് ചിലപ്പോൾ അവരുടെ കോൺഷ്യസ് മൈൻഡിലായിരിക്കും, അൺകോൺഷ്യസ് ആയിരിക്കും, നമുക്ക് അവർക്ക് തന്നെ ചിലപ്പം ഓർമ്മയുണ്ടാവണമെന്നില്ലല്ലോ. ചിലതൊക്കെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഓർത്തെടുക്കാൻ എളുപ്പമാകത്തില്ല. ഈ ഒരു ഡിസോർഡറിൽ കൂടുതലായിട്ടും ഈ സെൽഫ് ഹാമിങ് വളരെ കാണാൻ വേണ്ടി പറ്റും. അതായത് സ്വന്തം ഉപദ്രവിക്കുന്നു, ഞാൻ വേറെ ആരെയും ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്നെ തന്നെ ഉപദ്രവിച്ചോളാം, അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു ബിഹേവിയർ പാറ്റേൺ പലപ്പോഴും പേഷ്യൻസിൽ കണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കും സിസ്റ്റർ അങ്ങനെ ഒരു സെൽഫ് ഹാമിങ്? അവരില് നമ്മൾ പറഞ്ഞതുപോലെ ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ, ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് വരുമ്പോൾ അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റാതെ വരുമ്പോൾ അവര്
ഒരു സെൻസ് ഓഫ് കൺട്രോൾ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് തന്നെ അല്ലെ ആ ഇമോഷൻസിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കോപ്പിംഗ് മെക്കാനിസം അല്ല ഒരു മെത്തേഡാ ആ ഒരു സെൽഫ് ഹാമിങ് ബിഹേവിയർ ആയിട്ട് വരുന്നത്. അത് ഇമ്പൾസീവ് ആണല്ലോ അവർക്ക് അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തുന്ന ഒരു മാർഗമാണ് സെൽഫ് ഹാം ചെയ്യുക, അല്ലെങ്കിൽ തലയിട്ടിരിക്കുക, അല്ലെങ്കിൽ കൈ വരയുക, അല്ലെങ്കിൽ പിന്നെ ആങ്കർ നമ്മൾ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ വലിച്ചെറിയുക, എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ആങ്കർ ഔട്ട് ബേസ്റ്റ്സ് കാണിക്കുക ഒക്കെ ചെയ്യുന്നത്. സിസ്റ്റർ, എൻ്റെ ഒരു ക്ലയന്റ് അപ്പോൾ ആൾക്ക് പലപ്പോഴും മേക്കപ്പ് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യാണ്. മേക്കപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഒരു 10 പേരോട് വെച്ചിട്ട് ചെന്ന് ചോദിക്കും ഇതെങ്ങനെയുണ്ട് ഇതെങ്ങനെയുണ്ട്. അപ്പൊ പലപ്പോഴും ഈ ഒരു ബോർഡർ ലൈൻ കാറ്റഗറിയില് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം കാണുന്നില്ലേ, അതെങ്ങനെയാ സിസ്റ്റർ? ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയിലുള്ളവർക്ക്, അതൊരു ഡിസോർഡർ ആവുന്നവർക്ക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാലിഡേഷൻ വേണം, അല്ലെങ്കിൽ റീ അഷുറൻസ് വേണം. അവരുടെ ഒരു ഐഡന്റിറ്റിയിൽ ഒരു പ്രോബ്ലം ഉണ്ടല്ലോ, ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ ഹുവാമായി, ഞാൻ എന്താണ്, അല്ലെങ്കിൽ അതും ഇതുമായിട്ട് റിലേറ്റഡ് ആണല്ലോ. എൻ്റെ അപ്പിയറൻസ്, എൻ്റെ ലുക്ക്, അത് ഞാൻ സൗന്ദര്യമുള്ള ആളാണെങ്കിലും എനിക്ക് ആവശ്യത്തിന് സൗന്ദര്യം ഉണ്ടോ, അത് മറ്റുള്ളവര് പറയുമ്പോൾ അഡ്മിറേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ആ അഷുറൻസ് കിട്ടുമ്പോൾ ആണ് ഐ ഫീൽ ഗുഡ് അബൌട്ട് മൈ സെൽഫ്. ഗുഡ് ഓർ ബാഡ് ആണല്ലോ തിങ്കിങ്. അപ്പൊ എനിക്ക് തന്നെ ഞാൻ നല്ലതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അഷുറൻസ് കിട്ടണം, അഡ്മിറേഷൻ വേണം. അതുപോലെ തന്നെ എൻ്റെ ലുക്കില്, എൻ്റെ നടപ്പില്, എൻ്റെ കാര്യങ്ങളിലെല്ലാം അവരത് ശ്രദ്ധിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പം ബോയ്സ് ഒക്കെ ആണെങ്കിലും ഇപ്പം ചെറിയൊരു ലൈക്ക് ഒരു ടാൻ അടിക്കുന്നത് പോലും ഭയങ്കരമായിട്ട് അവർ ബോധമാണ്, അല്ലെങ്കിൽ ഒരു മുടി കൊഴിയുന്നത്, അതൊക്കെ അവരെ സംബന്ധിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബോധേഡാവുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഐഡന്റിറ്റിയിൽ അവരൊക്കെ ഇപ്പൊ സംതൃപ്തി അല്ല അവരെ കുറിച്ച് തന്നെ, അവരുടെ അപ്പിയറൻസിൽ. നമ്മള് ടീനേജ് കാലത്ത് പറയൂല ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ഐഡന്റിറ്റി ഫോർമേഷൻ നടക്കേണ്ടത് കൗമാര കാലഘട്ടത്തിലാണല്ലോ. ഞാൻ എന്റെ വ്യക്തിത്വം അല്ല എന്നെ കണ്ടാലെങ്കിൽ അതിനെയൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ടേ, അല്ലെ രൂപീകരണം സംഭവിക്കേണ്ട സമയമാണത്. അപ്പൊ അവിടെയൊക്കെയുള്ള പോരായ്മകളാണല്ലോ നമ്മൾ പറഞ്ഞില്ലേ, ചൈൽഡ്ഹുഡിൽ ഉണ്ടാകുന്ന സ്റ്റേബിൾ അല്ലാത്ത അല്ലെ അപ്രീസിയേഷൻ കിട്ടാത്ത, നർച്ചറിങ്ങിന്റെ ടൈം, അറ്റാച്ച്മെന്റ് ഫിഗേഴ്സിന്റെ സ്റ്റെബിലിറ്റി ഇല്ലായ്മ എല്ലാം ഇവരെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഐഡന്റിറ്റിയിൽ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ ഓവർ മേക്കപ്പ് ഇടുക, അല്ലെങ്കിൽ അത് മറ്റുള്ളവര് നല്ലതാണെന്ന് പറയാനുള്ള ആഗ്രഹം, അതിപ്പം നമ്മുടെ ജീവിതാന്തസ് അനുസരിച്ച് അതിനൊക്കെ വേരിയേഷൻസ് ഉണ്ടാവും. ഇപ്പം മേക്കപ്പ് ഇടാത്ത ഒരാൾ, അത് അക്സെപ്റ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ വേറെ പല രീതിയിലായിരിക്കും ആ ഒരു ബ്യൂട്ടി കോൺഷ്യൻസ് ആയിട്ടുള്ള കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അവർക്ക്. അതിനുവേണ്ടി അവർ സമയം സ്പെൻഡ് ചെയ്യുന്നു, അതിന് അഷുറൻസ് കിട്ടണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലും അതെ, അവർക്ക് നിരന്തരമായിട്ട് ആ ഒരു ഇവരുടെ ഗുഡ് ജോബ് നന്നായിട്ട് ചെയ്തത് അപ്രീസിയേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടതായിട്ട് തോന്നുക. അതുപോലെ തന്നെ സിസ്റ്റർ, ഈ ഒരു ബോർഡർ ലൈനിൽ പലപ്പോഴും ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ഒരു ബിഹേവിയർ പലപ്പോഴും കാണാറുണ്ട്. പൈസ ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടേയിരിക്കും. അതെങ്ങനെയാ സിസ്റ്റർ? നമ്മൾ പറഞ്ഞില്ലേ, ഇമ്പൾസിവിറ്റി ആണല്ലോ ഇതിൻ്റെ അകത്ത് ബോർഡർ ലൈൻ്റെ ഒരു പ്രധാന ഒരു കാര്യമായിട്ട് നമ്മൾ പറഞ്ഞേ, ഇമ്പൾസീവ് ആയിട്ടുള്ള. അപ്പൊ ആ സ്പെൻഡിങ്ങിന്റെ അകത്ത് നിയന്ത്രണം ഇല്ലായ്മ വരുക, നമുക്ക് അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഇന്ന കാര്യങ്ങളെല്ലാം വേണമെന്ന് തോന്നി വാങ്ങിച്ചു കൂട്ടുക. അപ്പൊ നമ്മൾ ഒരു ഡിസോർഡർ ഉണ്ട്, അത് ഹോർഡിങ് ഡിസോർഡർ എന്ന് കൂടെ പറയും. നമ്മൾ വേണ്ടാത്ത സാധനങ്ങൾ, ഇനി ചിലരുണ്ടല്ലോ എല്ലാ സാധനം കൊണ്ടും സൂക്ഷിച്ചു വെക്കും മുറിയിൽ, വേണ്ടുന്ന വേണ്ടാത്തല്ല. അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞത് ഹോർഡിങ് എന്ന് പറയുന്നത് എല്ലാം സ്വരൂപിച്ച് വെച്ച് റൂം മുഴുവൻ ഇങ്ങനെ സാധനങ്ങളായിരിക്കും, എല്ലാ സാധനങ്ങളും, അവർക്കതൊന്നും കളയാൻ പറ്റത്തില്ല. അത് വേറൊരു ഡിസോർഡർ. പക്ഷെ ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാല് ഇമ്പൾസിവിറ്റി കൊണ്ട് ടൂ മച്ച് സ്പെൻഡ് ചെയ്യുക. അപ്പൊ പൈസ ഒന്നും നോക്കത്തില്ല, അതായത് അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള പറ്റത്തില്ല, എല്ലാം വേണമെന്ന് തോന്നിയിട്ട് ആവശ്യത്തിലധികം സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുക. അതിപ്പം കപ്പിൾസിന്റെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ഒരാള് ടൂ മച്ച് സ്പെൻഡ് ചെയ്യുക.
അപ്പോൾ അത് വരവിനനുസരിച്ചല്ലായിരിക്കുമല്ലോ അപ്പം ചെലവ് ചെയ്യുന്നത്. നമ്മൾക്ക് അവരുടെ ഫിനാൻഷ്യൽ മേഖലയിൽ പ്രശ്നങ്ങളുണ്ടാകാം, റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാകാം. അപ്പം അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നൊന്നും മനസ്സിലാവണമെന്നില്ല. ആ പേഴ്സണാലിറ്റിയുടെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റിയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു ബിഹേവിയർ ആളിലുള്ളത്. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ആ ഇമ്പൾസിവിറ്റി വരുമ്പോൾ അങ്ങനെ ചെയ്യുവാണ്. ഈ തിരസ്കരണത്തിന്റെ ഭയം നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ആങ്കർ വന്നു കഴിഞ്ഞാൽ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കോൺസ്റ്റന്റ് ആയിട്ടുള്ള വാലിഡേഷൻ വേണം. ആ വാലിഡേഷൻ ഇങ്ങനെ സീക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ബോർഡർ ലൈനിന്റെ കുറേ കാര്യങ്ങൾ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ചിലപ്പം സ്റ്റേബിൾ ആകാതിരിക്കുമ്പോൾ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള സാധ്യതയും ബോർഡർ ലൈൻകാരിൽ ഉണ്ടാകാം. അപ്പൊ അതൊരു ഇൻഫിഡലിറ്റിയുടെ മേഖലയിലേക്ക്, ഇമോഷണൽ ഇൻഫിഡലിറ്റി ഉണ്ടാകാം, വൈകാരികമായ അസ്വസ്ഥത, ഒരു പാർട്ട്ണറിൽ നിന്നും കിട്ടേണ്ട സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലില് ചിലപ്പോൾ അവരടുത്തൊരു തിരസ്കരണത്തിന്റെ ഭയം ഉണ്ടല്ലോ. അപ്പം തിരസ്കരിക്കപ്പെട്ടിട്ടായിരിക്കില്ല, ആ ഫിയർ ഉണ്ടാകാം. തിരസ്കരിക്കപ്പെടുവാന്ന് പെട്ടെന്ന് തോന്നലാകാം, അതിൽ നിന്നൊക്കെ വരുന്നതാകാം. പിന്നെ ഈ പറഞ്ഞ പോലെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ലല്ലോ അവർക്ക്. ബൗണ്ടറി സെറ്റിങ് അത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകാനുള്ള ഒരു പ്രവണതയും ഉണ്ടാകാം. അപ്പൊ അത് വൈകാരിക അസ്വസ്ഥതയും വീണ്ടും അത് എല്ലാ മേഖലകളിലുള്ള അസ്വസ്ഥതയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിയായ ഹെൽപ്പ് സ്വീകരിക്കുക. ഇപ്പൊ ഈ ബോർഡർ ലൈനില് ഏത് സ്റ്റേജിൽ ശരിക്കും ബോർഡർ ലൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് തന്നെ എത്തുന്നൊരു ഇതാണ്. അപ്പം ശരിക്കും ഇതൊരു കൗൺസിലിംഗ് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് ആണോ ഇതിനു വേണ്ടി വേണ്ടത്, ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത്? തീർച്ചയായും നമ്മൾ എപ്പോഴും ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് നോക്കുമല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് പലരും ഇമോഷൻസ് ഒക്കെ ഇമോഷണലി, അതായത് അവർക്ക് ഒറ്റപ്പെടൽ തോന്നുന്നു, അല്ലെങ്കിൽ ഒന്നും ചെയ്യാനുള്ള മൂഡ് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരിൽ പലപ്പോഴും വൈറ്റമിൻ ഡി ഒക്കെ കുറവായിട്ട് തോന്നും. അപ്പൊ അങ്ങനെയുള്ള വൈറ്റമിൻസിന്റെ കുറവുകൊണ്ടും അപ്പൊ നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ട് തന്നെ എല്ലാ കാര്യത്തെ ആദ്യത്തെ അസസ്മെന്റ് തൊട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം നമ്മൾ നോക്കും. അത് ഫിസിക്കൽ, ഇപ്പം പൊട്ടാസ്യം കുറഞ്ഞാൽ പ്രശ്നമാണ്, സോഡിയം കുറഞ്ഞാൽ പ്രശ്നമാണ്, സ്വഭാവത്തിലൊക്കെ പ്രശ്നങ്ങൾ വരും അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ട് തന്നെയാണ് കാണുന്നതെങ്കിലും ഈ ബോർഡർ ലൈനിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ DSM ഒക്കെ പറയുന്നതനുസരിച്ച് ഇന്ന കാര്യങ്ങൾ ഒരു 7-8 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് ഒരു 6 കൂടുതലോ ഉണ്ടെങ്കിൽ അത് ബോർഡർ ലൈൻ ആണ് നമുക്ക് അനുമാനിക്കാൻ പറ്റും. പക്ഷെ ഡയഗ്നോസ് ചെയ്യുന്നത് അതിനായിട്ട് അനുവാദമുള്ളവരാണെങ്കിലും നമുക്ക് ഇവരെ കൗൺസിലിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അസസ് ചെയ്യുമ്പോൾ അങ്ങനെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ളവരിൽ കാണുന്ന പ്രത്യേകതകളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഈ 3-4 കാര്യങ്ങൾ അതിനെ ബേസ് ചെയ്തുള്ള ബിഹേവിയേഴ്സ്. ഇതിന് ഏതൊക്കെ കൗൺസിലിംഗ് മാത്രമാണ്, ഏതെങ്കിലും തെറാപ്പീസ് ഇതിന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്. ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി, അത് വളരെ മൈൻഡ്ഫുൾനെസ് തെറപ്പി, അത് മൈൻഡ്ഫുൾ ആക്കുക, ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക. ഇമോഷണൽ റെഗുലേഷൻ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് അവരെ പഠിപ്പിക്കുക, ആങ്കർ മാനേജ്മെന്റ് പഠിപ്പിക്കുക. അങ്ങനെയുള്ള തെറപ്പിയുടെ ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് ഇവരെ സഹായിക്കാൻ പറ്റും. ഇനി ചെറുപ്പകാലത്തുള്ള ട്രോമയാണെങ്കിൽ ആ ട്രോമ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെറപ്പികൾ, EMDR അല്ലെ ട്രോമ ഫോക്കസ്ഡ് തെറപ്പി ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ തെറപ്പി ഉപയോഗിക്കാൻ പറ്റും. ഇനി ചെറുപ്പകാലത്ത് ഏതെങ്കിലും അൺഫിനിഷ്ഡ് ബിസിനസ്, ഇപ്പം പെട്ടെന്നുണ്ടായ മരണങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ നമുക്കത് പ്രോസസ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവത്തില്ല. ആ ചെറുപ്പകാലത്ത് മരണം സംഭവിച്ചപ്പോൾ അത് എന്ത് സംഭവിച്ചു, അത് ചിലരൊക്കെ എൻ്റെ കുറ്റം കൊണ്ടാണോ, അങ്ങനെ കുട്ടികളൊക്കെ അങ്ങനെ എടുക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു, അല്ലെങ്കിൽ ആ മരിച്ച ആളിനോട് പറയേണ്ടതൊന്നും പറയാൻ പറ്റിയിട്ടില്ല, അങ്ങനെയൊക്കെ ഉള്ള ട്രോമ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പൊ കോവിഡ് കാലത്തൊക്കെ എന്തൊക്കെയാ സംഭവിച്ചേക്കുന്നത്, പലരെയും നമുക്ക് കാണാൻ പോലും പറ്റിയിട്ടില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള അൺഫിനിഷ്ഡ് ബിസിനസ്സസ് ഒക്കെ ഉള്ളവർക്ക് നമുക്ക് പല തെറപ്പി ടെക്നിക്സ് ഉപയോഗിച്ച് അവരെ അത് ഹീൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. പ്രത്യേകിച്ച് ബോർഡർ ലൈൻകാരെ സുഖപ്പെടുത്താൻ സാധിക്കും. അവർക്ക് അതിനുള്ള ഒരു തുറവിയും അതിനെ കുറിച്ചുള്ള ഒരു അവയർനെസ്സും വന്നു കഴിഞ്ഞാൽ, ഓപ്പൺ ആയി കഴിഞ്ഞാൽ പല തെറപ്പിയിലൂടെ സഹായിക്കാൻ പറ്റും. CBT ഉപയോഗിക്കാൻ പറ്റും, DBT ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി ഉപയോഗിക്കാൻ പറ്റും. പറഞ്ഞതുപോലെ ട്രോമ ഫോക്കസ്ഡ് തെറപ്പി ആയിട്ടുള്ള തെറപ്പികൾ ഉപയോഗിക്കാൻ പറ്റും. മറ്റ് തെറപ്പികളുടെ ചില ടെക്നിക്സ് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് അവരെ നന്നായിട്ട് സഹായിക്കാൻ പറ്റും. ഓക്കെ, ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഹെൽപ്പ്
ചിലപ്പോൾ വേണ്ടി വന്നേക്കാം അല്ലേ? അതെ, തെറപ്പി ഒരു പ്രോസസ് ആണല്ലോ, ടേക്ക് സം ടൈം. ആദ്യത്തെ ഒരു സെഷനിൽ നമ്മളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനോട്ടുള്ള ഒരു സമയമാണല്ലോ, അസസ്മെന്റ് ആണ്. ഒരു 3 സെഷൻസിലും അസസ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം ഒരു തെറപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ ആ ഒരു ക്ലയന്റുമായിട്ട്. ആ ട്രസ്റ്റിലാണല്ലോ നമ്മൾ തുറക്കുന്നത് നമ്മളുടെ വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ചെറുപ്പത്തിലെ സംഭവങ്ങൾ, നമുക്ക് ഷെയിം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒക്കെ നമുക്കൊന്ന് തുറന്നു പറയാൻ പറ്റുക. അപ്പോൾ അത് നമ്മളെ എന്തുമാത്രം വോണ്ടഡ് ആക്കിയിട്ടുണ്ട്, അത് ആ ഇമോഷൻസ് പ്രോസസ്സ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള നമ്മുടെ ചിന്തകൾ, അത് ഒരു പക്ഷേ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, ബിലീവ്സ് ഞാൻ ഫോം ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പം എനിക്കുണ്ടായ ചൈൽഡ്ഹുഡിലെ ഒരു വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ചു വെച്ചേക്കുവാണ്, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം നോട്ട് ലവബിൾ. അതൊക്കെ എൻ്റെ ചിന്തയിൽ വന്നിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ. അത് ഞാൻ ഉറപ്പിച്ചു വെച്ചേക്കുക. ഐ എം നോട്ട് ലവബിൾ ആണെങ്കിൽ ഞാൻ തിരസ്കരിക്കപ്പെടുമെന്ന പേടി എനിക്ക് വരാം. അപ്പൊ അങ്ങനെയുള്ള കോർ ബിലീഫ്സ്, നെഗറ്റീവ് ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസിൽ നിന്ന് വന്നതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ, അതിനോട് ചേർന്നുള്ള ഇമോഷൻസിനെയൊക്കെ പ്രോസസ്സ് ചെയ്യണമെങ്കിൽ നമുക്ക് പല സെഷൻസ് ആവശ്യമാണ്. ഇനി നമുക്കുണ്ടായ വൂണിന്റെ ആഴമനുസരിച്ച് ആ പ്രോസസ്സ് നടക്കണം. മനസ്സിന്റെ മുറിവുകൾ ആഴത്തിലുള്ളത്, കുറെ കാലമായിട്ടുള്ളത് ഒക്കെ ആണെങ്കിൽ അത് പല സെഷനുകളിലൂടെ, ചിലപ്പോൾ മാസങ്ങൾ, ഓരോ ആഴ്ച വീതം വന്നുള്ള ഒരു മണിക്കൂർ സെഷനിലൂടെയാണ് ആ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ആൾക്കാർക്ക് ഹെൽപ്പ് അവൈലബിൾ ആണ്, ഹെൽപ്പ് കിട്ടും എന്നുള്ളതാണ്. അതൊരു നല്ലൊരു ശുഭസൂചനയാണ് ശരിക്കും പറഞ്ഞാല്. അതെ, നമ്മുടെ ഇന്നത്തെ ഒപ്പത്തിന്റെ എപ്പിസോഡിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കിയത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമായി ഈ ഒരു ഡിസോർഡർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ ഈ എപ്പിസോഡ് നമ്മെ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.